ദേ ഇവിടെ കുറേ മുരിങ്ങയിലയും പൂവും കൂടെ കിട്ടിയിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇത്രയൊന്നും കിട്ടത്തില്ലല്ലോ. കാരണം ആ മുരിങ്ങയിൽ പൊഴിഞ്ഞു വീഴുന്ന പൂ മാത്രം പെറുക്കിയിട്ടാണ് തോരൻ ഒരു മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ വെക്കുന്നത്. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ മുരിങ്ങ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് പൂവും കായും ഇലയൊക്കെ കിട്ടും. നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് ഒരെണ്ണമുണ്ട്, പക്ഷേ അതിൽ പൂത്തിട്ടില്ല. അപ്പോൾ ഇത് സുരേഷൻ എനിക്ക് എവിടുന്നോ എടുത്തുകൊണ്ട് തന്നതാണ്. അപ്പോൾ അന്ന് രാത്രി തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിൻ്റെ പൂവും ഇലയൊക്കെ സെപ്പറേറ്റ് ആക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ കിട്ടാത്ത എത്രയോ പേരുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കും നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ക്ലീൻ ചെയ്ത് 2 പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മുരിങ്ങപ്പൂവിൻ്റെ തോരനുണ്ടാക്കാം. പാത്രം വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് അരി ഇട്ടിട്ട് മുരിങ്ങപ്പൂ കഴുകി ഞാനൊരു അരിപ്പ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്.